നോമ്പിൽ 41 ദിവസം പരീക്ഷയും അതിജീവനവും എന്ന തലക്കെട്ടിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ധ്യാനിക്കുന്നത്. ഉള്ളിൽ നടക്കുന്ന പോരാട്ടമാണ് പരീക്ഷ. ആത്മപ്രകാശനത്തെ സംബന്ധിച്ച് ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങളോട് നേർക്കുനേർ നിന്നുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഉള്ളടക്കം. ഞാൻ എന്നെ തന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നതാണ് അന്വേഷണം. 3 കൈവഴികളാണ് അന്വേഷണത്തിന്. ഒന്നാമതായി, ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതിനായി തനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ ശക്തി കേവലം വിശപ്പടക്കുക പോലെയുള്ള നിസ്സാരതകൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ആത്മവിശപ്പിനുള്ള മന്നയാണ് തനിക്ക് ഏറെ പ്രിയമെന്ന് അതിജീവനം. ഒരതിമാനുഷ്യനെ പോലെയുള്ള ചേഷ്ടകൾ കൊണ്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക എന്നതാണ് പിന്നീടുള്ള ഉൾപോരാട്ടം. മിശിഹ എന്നാൽ ഒരു ഇന്ദ്രജാലക്കാരനോ അധികായനോ ഒക്കെ ആയിക്കൂടെ? കാൽ കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കും എന്ന വാഗ്ദത്വവും ഒന്ന് പരീക്ഷിക്കാമല്ലോ. അരുത്, പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിക്കുന്നത്. മിശിഹ ഒരു സമ്രാട്ടായി ലോകത്തെയും സകലത്തെയും പ്രതാപത്തോടെ അടക്കി വാഴാമെന്നതാണ് ഏറെ അപകടകരമായ ഇനിയുമുള്ള ഉൾപോരാട്ടം. ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും ജീവനെ തന്നെ മറുവിലയായി കൊടുക്കുവാനും അയക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഒരു ഉൾക്കിടലത്തോടെ എന്നാൽ അതിശക്തമായി സാത്താനെ എന്നെ വിട്ടുപോകും. അതിജീവന മൊഴികൾ ഏറിയും കുറഞ്ഞും ഈ പരീക്ഷകൾ ദിനവും നമ്മെ തേടി വരാറില്ലേ? വചനത്തോട് ചേർന്ന് അതിജീവിക്കാൻ ആവുന്നുണ്ടോ? 1954 ഡെൻമാർക്ക് സ്വദേശിയായ ഡോക്ടർ എലിസബത്ത് മാക്സൺ യൗവനപ്രായത്തിൽ ഒറീസയിലെ ബിസാം ഘട്ടക്കിലെത്തി ആരംഭിച്ചതാണ് അവിടെയുള്ള ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ. അന്ധവിശ്വാസങ്ങളും നിരക്ഷരതയും ദാരിദ്ര്യവും രോഗവും അടക്കിവാണ ഇടം. 1976 അവിടെയുള്ള 3 പഞ്ചായത്തിലെ കുന്നിൻ പ്രദേശങ്ങളിൽ 90ഓളം ആദിവാസി സമൂഹങ്ങളിലേക്ക് തൻ്റെ പ്രവർത്തനയിടങ്ങൾ അവർ വ്യാപിപ്പിച്ചു. എല്ലാവിധ സൗകര്യങ്ങളിലും സുഖസമൃദ്ധിയിലും സുഖമായി ജീവിക്കാമായിരുന്നു. അപരിചിതമായ നാട്ടിലെ വിപരീത സാഹചര്യങ്ങൾ നൽകുന്ന പരീക്ഷണങ്ങൾ വേറെ. അനുകമ്പയും സമർപ്പണവും ദൈവസ്നേഹവും കൂടാതെ ഈ നീണ്ട കാലം ഒരാൾക്ക് അതിജീവിക്കാൻ ആവില്ല. ഉള്ളിലുയരുന്ന വിപരീത ചിന്തകളെ വചനാനുസൃതം അതിജീവിക്കുവാൻ നോമ്പ് നാളുകളിലും എപ്പോഴും കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.